അപ്പോഴും ഞാനൊരു സംശയിക്കട്ടെ, ഇപ്പൊ എന്റെ വീട്ടിൽ തന്നെ, എന്റെ വീട്ടില് ഞങ്ങള് വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് 5-6 വർഷത്തിലേറെയായി. അപ്പോൾ പെട്ടെന്നൊരിക്കൽ തോന്നി കുറച്ച് സൗകര്യങ്ങൾ കുറവാണ്, 1-2 വാർഡ്രോബുകളൂടെ എക്സ്ട്രാ ചെയ്യണം എന്ന് ഓർത്തു. ഇപ്പൊ ഒരു നാടാണ്, നാട്ടിൻ പ്രദേശത്താകുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും ഒരു ആശാരിയെ വിളിച്ച് വീട്ടിലിരുത്തുക, അദ്ദേഹം പണി ചെയ്ത് തരിക. അതിന് ഒരു ദിവസം അദ്ദേഹത്തിന് പനിയായിരുന്നു, അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ വൈഫ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇങ്ങനെ അപ്പോൾ എല്ലാ സാധനങ്ങളും ഇങ്ങനെ വീട്ടിൽ കിടക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് പിടിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ പേടിപ്പിക്കുക. ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ഐഫയിലുണ്ടോ? ഐഫയിലും ഉണ്ട്, ഏത് ഫർണിച്ചർ നിർമ്മിക്കുന്ന ഫാക്ടറിയിലും അത് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ട് അത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000-2000 രൂപ കൂലിയുള്ള ഒരു കാർപ്പൻറ്റർ, അയാൾ വീട്ടിൽ വന്നിട്ട് അയാൾ ആ ടൂൾസുകൾ ഒതുക്കി വെക്കുക എന്ന് പറയുന്നത് തന്നെ 1 hour വർക്കാണ് അല്ലെ. അയാളുടെ ആവശ്യങ്ങൾക്ക് ലീവ് എടുക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ഫാക്ടറിയിലാവുമ്പോൾ റെഗുലർ ഒരു 20-30 വർക്കേഴ്സ് ഉണ്ടാവും. 1-2 വർക്കേഴ്സ് ലീവ് ആണെങ്കിലും ഒന്നും അറിയ പോലും ഇല്ല ഫാക്ടറിയിൽ. ബാക്കിയുള്ള വർക്കുകളൊക്കെ ഒരു സെറ്റായിട്ട് നടക്കണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് അത് വർക്ക് ചെയ്യുമ്പോൾ വേസ്റ്റേജ് ഉണ്ടാവില്ല. നമ്മളൊരു വീട്ടിലെ ഒരു കാർപ്പൻറ്ററെ വിളിച്ച് പ്ലൈവുഡ് വാങ്ങി കട്ട് ചെയ്ത് അല്ലെങ്കിൽ മൈക്ക് ഒട്ടിച്ച് ലാമിനേഷൻ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം അതൊക്കെ എത്രയോ ദിവസത്തെ പ്രോസസ്സാണ്. എന്തൊരു സൗണ്ട് എന്തോരം ബുദ്ധിമുട്ടാണ്. അപ്പൊ റെഡിമെയ്ഡ് ഇപ്പോൾ വളരെ ഡ്യൂറബിൾ ആയിട്ട് ഒരു 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 കളർ തീം നമ്മുടെ ഒരു ഭംഗിയുള്ള കളറിനനുസരിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ അനുസരിച്ചൊക്കെ വാങ്ങി ഒരു കോമ്പിനേഷനിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയാലും പല സ്ഥലങ്ങളിലും പോകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയുന്നതൊക്കെ ഒരു കളർ കോമ്പിനേഷൻ കൃത്യമായി നോക്കിയിട്ടായിരിക്കും. എലമെന്റ്സ് ഓഫ് ആർട്ട് പഠിച്ചിട്ട് ചെയ്യുന്ന ആളുകളായിരിക്കും, പ്രിൻസിപ്പൾ ആർട്ട് പ്രകാരമായിരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് ഭംഗിയായി രൂപകൽപ്പന ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഭംഗിയുള്ള ഒരു സാധനമാണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ കുറെ പൈസയും പോവും, കുറെ റോ മെറ്റീരിയൽ വേസ്റ്റേജ് സംഭവിക്കും.